സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലോക് എല്ലാവരോടായിട്ട് പറയുന്നു അപ്പച്ചിനെ കൊല്ലാതെ കൊല്ലണമെന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോമതി എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തലയിൽ കൈ വെച്ചുകൊണ്ട് ജനലിൻ്റെ അവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അലോകെ നീ എന്തീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അനന്തവർമ്മ. പക്ഷെ അതിന് മുന്നേ തന്നെ ഗോമതി അവിടെ നിൽക്കാൻ തന്നെ തോന്നില്ല, തല കറങ്ങി കൂടപ്പുറപ്പുകളൊക്കെ തന്നെ ചതിക്കിന് എന്തിൻ്റെ പേരിലെന്നൊന്നും അറിയാണ്ട് ഗോമതി അങ്ങനെ ടെൻഷൻ അടിച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോവും. പിന്നെ കാണിക്കുന്നത് ദേവമംഗലമാണ്. ദേവമംഗലത്ത് ചേട്ടന്മാരും അനിയന്മാരും ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെ ഒരു കൂടിക്കാഴ്ച. അങ്ങനെ നമ്മൾ നാളെ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ പോകണമെന്ന് നോക്കുമ്പോൾ ആരും പറയും വേണ്ട, ഞാൻ ആദ്യം പോവാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ആകാശ് പറയുന്നുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വരാൻ വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, പോലീസിനായിട്ട് ഒരുപാട് നല്ല ഇടപാടൊക്കെ ഉണ്ട് അച്യുതാങ്കിളിന്. ഇനി പക്ഷേ നമ്മൾ അങ്ങോട്ട് കയറി വീട് ആക്രമിക്കാൻ ചെന്നെന്ന് പറഞ്ഞിട്ട് അവരൊരു പരാതി കൊടുക്കും നമുക്കെതിരെ, അത് വേണ്ട എന്ന് ആനന്ദ് പറയും. അപ്പോൾ ധർമ്മമാമനും പറയും അതെ, പോലീസിനൊന്നും ഇടപെടുത്തണ്ട, നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുക, അമ്മയെ ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും കൂടെ സെറ്റ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പിരിയുന്നുണ്ട്. പിന്നീട് ബാലനെ കാണാണ്ട് അന്വേഷിച്ച് കിടക്കുന്നു നമ്മുടെ ആര്യൻ. ബാലൻ വന്നിട്ടില്ല, വഴിയരികിൽ കാത്തിരിക്കല്ല അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആര്യനെ കാണുമ്പോൾ ബാലൻ എഴുന്നേൽക്കും. അച്ഛൻ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കും. ഒന്നുമില്ലടാ, കുറച്ച് നേരം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. മനസ്സിലായി, അച്ഛൻ അമ്മനെ ആലോചിച്ചിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ അമ്മനൊന്നും ആലോചിച്ചിട്ടൊന്നും ഇരിക്കുന്നതല്ല. നീ എന്താ വന്നതെന്ന് ചോദിക്കും. അച്ഛനെ കാണാണ്ട് വന്നാണ് അച്ഛാ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അച്ഛൻ അമ്മനെ ചെന്ന് വിളിക്കുക അച്ഛാ. അച്ഛൻ ചെന്ന് വിളിച്ചാൽ അമ്മ വരുമെന്ന് പറയും. ഇല്ല, ഞാനല്ല അച്ഛാ എല്ലാത്തിനും കാരണം എന്നുറപ്പ്. ആര് പറഞ്ഞു? നീ എല്ലാത്തിനും കാരണമല്ല, നീ അനുഭവിച്ചത് എന്താണെന്ന് ഇപ്പം അച്ഛന് മനസ്സിലാവും മോനെ. നിന്നെ ഇര എന്ന് പറയാനേ പറ്റുള്ളൂ. നീ ഇരയായി. നീ അച്ഛനേക്കാളേറെ അമ്മയെ സ്നേഹിച്ച് ഒരുപാട്. അച്ഛൻ്റെ വാക്കുകൾ മാത്രം നീ നിഷേധിച്ചുള്ളൂ. അമ്മനെ ജീവൻ തുല്യം സ്നേഹിച്ചത് കൊണ്ട് തന്നെ നിനക്ക് അമ്മ പറയുന്നത് കേൾക്കേണ്ടി വന്നു. നീ അതിന് ഇരയായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാലും മോനെ, ഈ സ്വർണ്ണം ഏറ്റെടുത്തത് എന്തിനാടാ നീ? അതെങ്കിലും നിനക്ക് തള്ളി പറയായിരുന്നില്ലേന്ന് വെച്ചപ്പോൾ ഞാൻ മിത്രയുടെ അവസ്ഥയാണ് ആലോചിച്ചത് അച്ഛാ. ആ സമയത്ത് ഒരു പാവം പെൺകുട്ടി ഒരു അബദ്ധം പറ്റി, അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. നമ്മുടെ അനുസരിക്ക് പറ്റുന്നതാണെങ്കിലും അത് അങ്ങനെ അത്രമാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. അമ്മ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനല്ല അച്ഛൻ നോക്കിയത്. അപ്പം അച്ഛൻ അമ്മയോട് ക്ഷമിക്കുകയല്ലേ വേണ്ടതെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയണമായിരുന്നു. ഈ ഗോമതി സ്റ്റോർ ബാലന് അല്ലേ നിൻ്റെ അമ്മയുടെ ഭർത്താവ്. അപ്പോൾ അതുകൊണ്ട് എന്നോടൊരു വാക്ക് പറയാണ്ട് എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്തില്ലേ? ഒരു നല്ല പ്രവൃത്തി ചെയ്തിരുന്നു എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നു, ഞാനും കൂടി നടത്തി തരുമായിരുന്നു. അങ്ങനെ ആ പഴയ പല്ലവി തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബാലൻ. അതിനുശേഷം ഒരു ഡോക്ടർ സഹായം തേടുന്ന അലോകെ, താൻ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മെഡിസിൻ എനിക്ക് തരാൻ പോകണമെന്ന് പറയും. ഈ മെഡിസിൻ അപ്പച്ചി കഴിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമുണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അപ്പച്ചി ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു ഡോസ് അതായത് 5 ഗുളിക ചെല്ലുമ്പോൾ തന്നെ സ്റ്റോക്ക് വന്ന് വീഴും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലൊക്കെ കൊടുക്കാമല്ലേ എന്ന് ചോദിക്കും. ഭക്ഷണത്തിൽ കലർത്തി കൊടുത്താൽ മതി, അല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് ചങ്ക് തകർന്ന് ഇങ്ങനെ നിൽക്കുന്ന ഗോമതി അതിനുശേഷം പറയും മെഡിക്കൽ ഷോപ്പിൻ്റെ പേരും മരുന്നിൻ്റെ ലിസ്റ്റൊക്കെ ഇട്ട് തരാമെന്ന് പറയും. എനിക്ക് വാങ്ങാൻ പറ്റില്ല, ഡോക്ടർ തന്നെ വാങ്ങി തരണം എന്ന് പറഞ്ഞ് ശരി എന്നാൽ എത്തിക്കാമെന്ന് പറയുന്നു. പിന്നീട് ആര്യൻ്റെ അടുത്തേക്ക് മിത്ര വരുന്നുണ്ട്. മിത്ര പതുങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. വള ഉരി കൊടുത്തിട്ട് പറയും ഇതൊന്ന് പണയം വെച്ച് തരുമെന്ന് ചോദിക്കും. അതെന്തിനാന്ന് ചോദിക്കും. കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോൾ ആര്യന് ദേഷ്യം വരും. സ്വന്തമായിട്ട് കാര്യങ്ങൾ നടത്താനുണ്ടെങ്കിലേ നിനക്ക് എന്നെ കൊണ്ടുപോയി പണയം വെച്ചാൽ പോരെ, എന്തിനാ എന്നോട് പണയം വയ്ക്കാൻ പറയുന്നത്, എന്തിനാ ഈ നാടകം കളിക്കണേന്നൊക്കെ ചോദിച്ചാൽ ആര്യൻ ദേഷ്യപ്പെടും. അപ്പം മിത്ര കരഞ്ഞുകൊണ്ട് പറയും ആര്യ ദേഷ്യപ്പെടണ്ട, ആര്യന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അമ്മ ഇവിടെ ഇല്ല, എനിക്കാണെങ്കിൽ ഹോസ്റ്റലല്ല കോളേജിലെ ഫീസ് കെട്ടണം, പരീക്ഷയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരു സ്പെഷ്യൽ ട്യൂഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ആര്യനോട് പറയാൻ വിഷമമായിട്ടെന്ന് പറയും. ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ രാവും പകലും ഓടി നടക്കുന്നത്, അപ്പം നിനക്ക് എൻ്റെ കയ്യിലും ചോദിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുവയ്ക്കുന്ന കാശ് നിനക്ക് എടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ ആരും ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്കറിയാം പൈസ ഉള്ളതാണെന്ന്, പക്ഷേ എനിക്ക് ഇത്രയും കൂടെ പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആര്യനൊന്നും കൂടെ രാത്രി ഓട്ടം കൂട്ടൂല എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറയും. സാരമില്ല എന്ന് പറഞ്ഞ് ആര്യൻ പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആര്യൻ്റെ ഓണർ വന്നിട്ട് സംസാരിക്കണേ എങ്ങനെയുണ്ട് ഓട്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് പറയും ഇന്ന് താൻ ഡെലിവറിക്കായി പോകണ്ട, വേറൊരു ഓട്ടം ഉണ്ട്, എൻ്റെ മകളെയും കൊണ്ടൊരു സ്ഥലം വരെയും പോകണം, തിരിച്ച് വരുമ്പോൾ ഇത്തിരി നേരം വൈകും, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അവൾ പഠിക്കുന്ന ഹോസ്റ്റലിൽ താനൊന്ന് തിരിച്ച് വന്നാൽ മതി എന്ന് പറയും. അതിനെന്താ ഞാൻ പോകാമെന്ന് പറയും. എന്ന് തൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി, അപ്പോൾ അവളോട് റെഡി ആയി നിൽക്കുന്നുണ്ടാവും. പിന്നെ അമ്മ തിരിച്ചു വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ആര്യന് വല്ലാത്തൊരു അത്ഭുതമാവും. എന്നോട് ആ കൂടെ പണിയെടുക്കണ പയ്യൻ പറഞ്ഞത് സാരമൊന്നുമില്ല, കോമഡി സ്റ്റോർ ബാലൻ
നിങ്ങളുടെ അച്ഛനാണ്. പക്ഷേ അമ്മ അച്ഛൻ്റെ മാത്രം സ്വന്തമല്ല കേട്ടോ, നിങ്ങളുടെയും കൂടിയാണ്. അമ്മനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മനെ തിരിച്ചു വിളിക്കണം എന്ന് പറയും. ഉവ്വ എല്ലാം ശരിയാവും എന്ന് തന്നെ ആര്യൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കൃഷ്ണമംഗലം കാണിക്കുന്നത് അലോകെ അല്ല അലോകിനോടല്ല അച്യുതനോട് പറയുന്നത്, അച്യുത ഇത് ശരിയാവില്ല, ഗോമതി നമ്മുടെ കൂടപ്പുറപ്പല്ലേ എന്ന് പറയും. ഏട്ടാ നമ്മളെന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്, നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ, പിന്നെ ഗോമതിക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയും. അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. ഇതെങ്ങനെ ഗോമതിയുടെ ശരീരത്തിൽ ചെല്ലണേന്നോ ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറയും. അലോക് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളേട്ടന്മാർ കാണിക്കുന്ന സ്നേഹം ഗോമതി അപ്പച്ചിക്ക് നിങ്ങളോടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മാനവും അഭിമാനമൊക്കെ ആ ബാലൻ്റെ മുന്നിൽ അടിയറ വയ്ക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, ഗോമതിയുടെ കഷ്ടകാലത്തിനാണ് ഗോമതി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടുള്ളത്, ഗതികേടിന് വന്നതെന്ന്, അല്ലാണ്ട് നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അച്യുതൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറ്റി കൊടുക്കണ്. അങ്ങനെ അനന്തൻ അത് ഒരുപാട് അതിനോട് യോജിച്ചുകൊണ്ടിരിക്കുന്നു. പറയണം, ശരി ഗോമതിയുടെ ശരീരത്തിൽ എങ്ങനെ ഈ മരുന്ന് ചെല്ലും, എന്നിട്ട് ഗോമതിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, 5 ഗുളിക ഒരു സ്ട്രിപ്പ് ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചിക്ക് സ്ട്രോക്ക് വരും. സ്ട്രോക്ക് വന്ന് വീണാൽ പിന്നെ നമ്മൾ ദേവമംഗലത്തേക്ക് പോകില്ല. നമ്മുടെ പ്രധാന ആവശ്യം ദേവമംഗലത്തേക്ക് ഗോമതി പോകരുതെന്നല്ലേ ഏട്ടാ. പിന്നെ മരണമൊന്നും സംഭവിക്കില്ലല്ലോ, തളർന്ന് കിടക്കല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് തമ്പ് കൈവിരലെടുത്തും കഴിഞ്ഞിട്ട് കൈവിരൽ പതിപ്പിച്ച് സ്വത്ത് നമുക്ക് സ്വന്തമാക്കാം വലിച്ച എന്നല്ലോ ഇങ്ങനെ പറയണേ. അത് കേട്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാനറിയാണ്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അനന്തൻ. ഇനി ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് നിൽക്കുന്ന അലോകിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.